നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷന് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. സംസ്ഥാന ബജറ്റ് നാളെ. വിമാനാപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ടു. കൃഷി, മത്സ്യം, സഹകരണം, IT കേരളം കുതിക്കുന്നു. സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം OV സുരേഷിന്. മഹിളാ അസോസിയേഷൻ കൊനിനിക ഘോഷ് ജനറൽ സെക്രട്ടറി, PK ശ്രീമതി പ്രസിഡന്റ്, തപസി പ്രഹരാജ് ട്രഷറർ. സ്പ്രിംഗ്ലർസ് കേസ് പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി. ആരോഗ്യ വിവരങ്ങൾ ചോർന്നെന്ന വാദം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. UDF കാലത്ത് പ്രസവത്തിനിടെ മരിച്ചത് 950 അമ്മമാർ. ഞെട്ടിക്കുന്ന കണക്കുകൾ നിരത്തി ആരോഗ്യമന്ത്രി. അതിവേഗ റെയിൽ പാതയുമായി കേരളം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന RRTS പദ്ധതിക്ക് മന്ത്രിസഭാ അംഗീകാരം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിൽ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം RRTS പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകി. പദ്ധതിക്കായി സംസ്ഥാനത്തിന് താൽപര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിന് ഔപചാരികമായി കത്തയക്കും. അതിനാവശ്യമായ കൂടിയാലോചനകൾ ആരംഭിക്കുവാനും ഗതാഗത വകുപ്പിനെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി. കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾക്ക് ശേഷം കേന്ദ്രത്തിന്റെ തത്വത്തിലുള്ള അനുമതി ലഭിക്കുന്നവർക്ക് ധാരണാപത്രത്തിൽ ഏർപ്പെടും. പദ്ധതിയുടെ സാങ്കേതിക സാമ്പത്തിക കാര്യങ്ങൾ, വായ്പാ സ്രോതസ്സുകൾ എന്നിവ സംബന്ധിച്ച അന്തിമ അനുമതി നൽകുന്നതിന് ഗതാഗത വകുപ്പ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കും. അതിവേഗ ഗതാഗത സംവിധാനം എന്നത് സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിലെ സുപ്രധാന ഘടകമാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര ഘടനയും ജനസാന്ദ്രതയും കണക്കിലെടുത്ത് സമയബന്ധിതവും പരിസ്ഥിതി സൗഹൃദമായ ഉയർന്ന വേഗതയിലുള്ള റെയിൽ സംവിധാനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സമൂഹ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുക, മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുക, തൊഴിൽ വിദ്യാഭ്യാസ അവസരങ്ങൾ വിപുലപ്പെടുത്തുക എന്നതൊക്കെയാണ് ഈ കാഴ്ചപ്പാടിന്റെ കേന്ദ്രബിന്ദു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉയർന്ന വേഗതയിലുള്ള റെയിൽ കണക്ടിവിറ്റി ലക്ഷ്യമിട്ട കെ-റെയിൽ പദ്ധതി ഇന്ത്യൻ റെയിൽവേയുടെ സാങ്കേതിക എതിർപ്പ് കാരണം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. കൂടാതെ ചില പ്രദേശങ്ങളിലും ജനങ്ങളുടെ എതിർപ്പുകളും ഉണ്ടായി. നാളിതുവരെയായിട്ടും സംസ്ഥാനം സമർപ്പിച്ച DPR റെയിൽവേയുടെ അനുമതി ലഭ്യമായിട്ടില്ല. DPR അനുമതിക്കായി റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിന്റെ അതിവേഗ വികസന ലക്ഷ്യങ്ങളുമായി ചേർന്ന് പോകാത്തതാണ്. റെയിൽവേയുടെ അനുമതിയില്ലാതെ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. RRTS പ്രായോഗികവും സാമൂഹികവുമായി അംഗീകരിക്കാവുന്ന അതിവേഗ റെയിൽവേ സംവിധാനമാണ്. ഡൽഹി മേററ്റ് RRTS കോറിഡോർ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. അതിലൂടെ ഇന്ത്യയിൽ ഈ സാങ്കേതികവിദ്യയുടെ പ്രായോഗികത തെളിയിക്കപ്പെട്ടു. മണിക്കൂറിൽ 160-180 കിലോമീറ്റർ വരെ വേഗം കുറഞ്ഞ സ്റ്റേഷൻ ഇടവേള, ഉയർന്ന യാത്രാശേഷി എന്നിവ RRTSനെ കേരളത്തിനും അനുയോജ്യമാക്കുന്നു. ഇതിനു പുറമെ മീററ്റ് മെട്രോ എന്നത് RRTSുമായി സംയോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സംവിധാനം പൂർണ്ണമായും ഗ്രേഡ് സെപ്പറേറ്റഡ് ആയി നടപ്പിലാക്കാൻ കഴിയും. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 6ാമത് ബജറ്റ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് വർഷമാണെങ്കിലും യാഥാർത്ഥ്യത്തിലൂന്നിയുള്ള ബജറ്റാകും എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ 9-നാണ് ബജറ്റ് അവതരണം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള ആസൂത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് ബുധനാഴ്ച നിയമസഭയിൽ സമർപ്പിച്ചു. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വരവ് കുറയുന്നു എങ്കിലും തനത് വരുമാനം വർദ്ധിപ്പിച്ചും സാമ്പത്തിക അച്ചടക്കം പാലിച്ചുമാണ് കേരളം ഉയർന്ന നിലയെ കൈവരിച്ചത്. ഇത് ബജറ്റിൽ പ്രതിഫലിക്കും. വികസനവും ക്ഷേമവും എന്നതാണ് സർക്കാരിൻ്റെ നയം. അതിനൊപ്പം പുതിയ കാലത്തിനനുസരിച്ച് കേരളത്തെ മാറ്റാനുള്ള പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും. വിഴിഞ്ഞം തുറമുഖത്തെ അടിസ്ഥാനമാക്കിയുള്ള വികസന പദ്ധതികളും ഉണ്ടാകും. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം ഇത്രമാത്രം രൂക്ഷമായ മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതിനൊക്കെ അതിജീവിച്ചാണ് ഉയർന്ന വളർച്ചാ നിരക്ക് കേരളം കൈവരിച്ചത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ 66 വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച രാവിലെ ബാരാമതിയിൽ ലാൻഡിങ്ങിനിടെയാണ് അപകടം. സ്വകാര്യ വിമാനത്തിൽ അജിത് പവാറിനൊപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 6 പേരും മരണപ്പെട്ടു. മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് വരികയായിരുന്നു വിമാനം. ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാനാണ് അജിത് പവാർ ബാരാമതിയിൽ എത്തിയത്. ലാൻഡിങ്ങിനിടെ വിമാനത്തിന് നിയന്ത്രണം നഷ്ടമാവുകയും റൺവേക്ക് സമീപം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് വിവരം. അപകട സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളിൽ തകർന്ന വിമാനത്തിൽ നിന്നും തീയും പുകയും ഉയർത്തിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി. സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രി പദവിയിലിരുന്നത് വ്യക്തിയാണ് അജിത് പവാറാണ്. 6 തവണ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചു. പൃഥ്വിരാജ് ചവാൻ, ദേവേന്ദ്ര ഫഡ്നാവിസ്, ഉദ്ധവ് താക്കറെ, ഏകനാഥ് ഷിൻഡെ എന്നിവരുടെ മന്ത്രിസഭകളിൽ അദ്ദേഹം പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1991 ബാരാമതി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിലെത്തി. 2022 മുതൽ 23 വരെ മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചു. മുതിർന്ന രാഷ്ട്രീയ നേതാവും
NCP സ്ഥാപകനുമായ ശരത് പവാറിൻ്റെ സഹോദരപുത്രനാണ് അജിത് പവാർ. ഭാര്യ സുനേത്ര പവാർ, മക്കൾ ജയ് പവാർ, പാർത്ഥക് പവാർ. വിവാദമായ സ്പ്രിങ്കിൾ കേസിൽ പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി ഹൈക്കോടതി. കോവിഡ് കാലത്ത് ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ചോർന്നുവെന്ന വാദം നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ളവർ നൽകിയ ഹർജികളാണ് കോടതിയുടെ സുപ്രധാന ഇടപെടൽ. ഡാറ്റ സുരക്ഷിതമാണെന്നും അത് വിദേശ കമ്പനിക്ക് ദുരുപയോഗം ചെയ്യാൻ സാധിക്കില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഡാറ്റകൾ എൻക്രിപ്റ്റ് ചെയ്തതാണെന്നും വ്യക്തി വിവരങ്ങൾ ചോരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നുമുള്ള സർക്കാരിൻ്റെ വാദം കോടതി അംഗീകരിച്ചു. കേസിൽ അഴിമതി നടത്തുമെന്ന ആരോപണങ്ങൾക്കും മതിയായ തെളിവുകളില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഡാറ്റ ചോർച്ചയുണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജികളും തള്ളി. സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ തകർക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് LDF നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനെ ശരിവയ്ക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം. UDF ഭരണകാലത്ത് കേരളത്തിലുണ്ടായ ചികിത്സാ പിഴവുകൾ ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ നിയമസഭയിൽ നിരത്തി ആരോഗ്യ മന്ത്രി വീണ ജോർജ്. UDF ഭരണത്തിൽ പ്രസവത്തിനിടയിൽ 950 അമ്മമാരാണ് മരിച്ചത്. തിമിര ശസ്ത്രക്രിയ നടത്തിയ 5 പേർക്ക് കാഴ്ച നഷ്ടമായി. നഴ്സസ് തസ്തികയിലെ പകുതിയും ഒഴിഞ്ഞുകിടുന്നു. 2016 മുമ്പ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടികൾ ഉയർത്തിക്കാട്ടിയാണ് UDF കാലത്തെ ദുർഭരണം വീണ ജോർജ് ഓർമ്മപ്പെടുത്തിയത്. നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകിയായിരുന്നു മന്ത്രി. 2016 മുമ്പ് കേരളത്തിൽ തകർന്ന് തരിപ്പണമായി പോയ കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ സഭയിൽ നടന്ന ചർച്ചയിലൂടെ കഴിഞ്ഞു. അടിയന്തര പ്രമേയ ചർച്ച കൊണ്ടുവന്ന UDF അംഗത്തിൻ്റെ മണ്ഡലത്തിൽ കിഫ്ബിയിൽ നിന്ന് 76 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ ആശുപത്രി ബ്ലോക്ക് ഉണ്ടാക്കിയത്. അവിടെ ഇന്ന് 74 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടിയും 70 വയസ്സുള്ള മുരളീധരൻ നായരും സൗജന്യമായി ഡയാലിസിസ് ചെയ്യുകയാണ്. ഇതാണ് LDF സർക്കാരിൻ്റെ നയം. UDF ഭരിക്കുമ്പോൾ 12 സർക്കാർ ആശുപത്രികളായിരുന്നു ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നത്. ഇന്ന് 125 ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യമുണ്ട്. ദിവസേന 3000 രോഗികളാണ് സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറിയായി ബംഗാളിൽ നിന്നുമുള്ള കൊനിനിഗി ഘോഷ് ബോസ്നിയെയും പ്രസിഡന്റായി PK ശ്രീമതിയെയും തെരഞ്ഞെടുത്തു. പുതിയ ട്രഷററായി ഒഡീഷയിൽ നിന്നുമുള്ള തപസി പ്രഹജ്രാജിനെ തെരഞ്ഞെടുത്തു. 26 സംസ്ഥാനങ്ങളിൽ നിന്നും 109 പേരും 5 മുതിർന്ന നേതാക്കളും അടങ്ങുന്ന കേന്ദ്ര കമ്മിറ്റിയും 36 അംഗ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു. KK ശൈലജ, PK സൈനബ, P സതീദേവി, സൂസൻ കോടി, CS സുജാത, N സുകന്യ, KS സലിക, അഡ്വക്കേറ്റ് MG മീനാംബിക, അഡ്വക്കേറ്റ് KP സുമതി, പ്രൊഫസർ R ബിന്ദു, അഡ്വക്കേറ്റ് പുഷ്പദാസ്, E പത്മാവതി, KK ലതിക, ഗീനകുമാരി, PK ശ്യാമള എന്നിവരാണ് കേരളത്തിൽ നിന്നുമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. 4 ദിവസങ്ങളിലായി നടന്ന സമ്മേളനം വിവിധ ദേശീയ അന്തർദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ ചർച്ച നടത്തി. സാധാരണക്കാരായ സ്ത്രീകൾക്കിടയിൽ മതപരമായ ആഘോഷങ്ങളിലൂടെയും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് ശക്തികളെ ചെറുക്കണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു. താഴെത്തട്ടിൽ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു സ്ത്രീകളിൽ വ്യക്തിത്വ അവബോധമുണ്ടാക്കുമെന്നും ചർച്ച ചെയ്തു. സ്ത്രീവിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കാനും തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുമുള്ള 200 പേരുൾപ്പെടെ 850 പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമായി. 19 പ്രമേയങ്ങൾ സമ്മേളനം ഏകകണ്ഠേന അംഗീകരിച്ചു. വിവിധ കമ്മീഷനുകളിലായി തീർന്നുള്ള 7 റിപ്പോർട്ടുകൾ മൈമുന മൊല്ല, കീർത്തി സിംഗ്, റാംഭരി, മജ്ഹിദ് റാത്തെ, അർച്ചന പ്രസാദ്, ആശാ ശർമ്മ, P സതീദേവി എന്നിവർ അവതരിപ്പിച്ചു. 2 കരട് റിപ്പോർട്ടുകളിലുള്ള ചർച്ചയിൽ 25 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 76 പ്രതിനിധികളും പങ്കെടുത്തു. സർവ്വദേശീയ ദേശീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ബിച്ചു, PM ആതിര, ജിജി എന്നിവരും പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ട്രാൻസ്ജെൻഡർ പ്രതിനിധി ശ്യാമ S പ്രഭ, PV പ്രീത, ഷൈനി, ശ്രീജ, ഷൈജുദേവ് എന്നിവരും കേരളത്തിൽ നിന്നും പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 2024 സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വികസനോന്മുഖ റിപ്പോർട്ടിംഗിൽ ദേശാഭിമാനി ചീഫ് റിപ്പോർട്ടർ OV സുരേഷ് അവാർഡിന് അർഹനായി. സ്റ്റാർട്ട് ഹിറ്റപ്പ് എന്ന വാർത്താ പരമ്പരയ്ക്കാണ് അവാർഡ്. പ്രിന്റ് മീഡിയ ജനറൽ റിപ്പോർട്ടിംഗിൽ മാതൃഭൂമി സീനിയർ കറസ്പോണ്ടന്റ് നീനു മോഹനാണ് അവാർഡ്. കുലമിറങ്ങുന്ന ആദിവാസി വധു എന്ന വാർത്താ പരമ്പരക്കാണ് അവാർഡ്. വികസനോന്മുഖ റിപ്പോർട്ടിംഗിൽ ദേശാഭിമാനി ചീഫ് റിപ്പോർട്ടർ OV സുരേഷിന് അവാർഡ്.
ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ മലയാള മനോരമ സീനിയർ ഫോട്ടോഗ്രാഫർ അരവിന്ദ് വേണുഗോപാലിനും കാർട്ടൂൺ വിഭാഗത്തിൽ മാധ്യമത്തിലെ സ്റ്റാർ കാർട്ടൂണിസ്റ്റ് VR രാകേഷിനുമാണ് അവാർഡ്. ടെലിവിഷൻ വിഭാഗത്തിലെ TV ന്യൂസ് റിപ്പോർട്ടിംഗിൽ ന്യൂസ് മലയാളം എക്സിക്യൂട്ടീവ് ന്യൂസ് എഡിറ്റർ ഫൗസിയ മുസ്തഫക്കാണ് അവാർഡ്. മനസ്സ് തകർന്നവർ മക്കളെ കൊന്നവർ എന്ന വാർത്താപരമയ്ക്കാണ് അവാർഡ്. ന്യൂസ് മലയാളം അസോസിയേറ്റഡ് എഡിറ്റർ VS സനോജിനും മീഡിയ വൺ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ദൃശ്യ പുതിയടത്തിനും ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചു. TV സാമൂഹ്യ ശാക്തീകരണ റിപ്പോർട്ടിംഗിൽ മാതൃഭൂമി ന്യൂസ് സീനിയർ റിപ്പോർട്ടർ റിയ ബേബിക്കാണ് അവാർഡ്. P&T നിവാസികൾക്ക് ഇനി പുതിയ മേൽവിലാസം എന്ന വാർത്തയ്ക്കാണ് അവാർഡ്. മനോരമ ന്യൂസിലെ അസോസിയേറ്റ് ന്യൂസ് പ്രൊഡ്യൂസർ അനന്തു R നായർക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചു. TV അഭിമുഖത്തിൽ 24 ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപാലകൃഷ്ണനാണ് അവാർഡ്. ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ ലക്ഷ്മി പത്മക്കാണ് TV ന്യൂസ് പ്രസിഡന്റ് അവാർഡ്. TV ന്യൂസ് ക്യാമറയ്ക്ക് മാതൃഭൂമി ന്യൂസിലെ അസോസിയേറ്റ് ചീഫ് ക്യാമറമാൻ ബിനു തോമസിനാണ് അവാർഡ്. മനോരമ ന്യൂസിലെ ചീഫ് ക്യാമറമാൻ സന്തോഷ് S പിള്ള ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി. TV ന്യൂസ് എഡിറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ സീനിയർ വീഡിയോ എഡിറ്റർ അച്ചു പി ചന്ദ്രനും അവാർഡിന് അർഹനായി. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹരായവർക്ക് 15,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും സമ്മാനിക്കും. ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് PRD സ്പെഷ്യൽ സെക്രട്ടറിയും ഡയറക്ടറുമായ TV സുഭാഷ് അറിയിച്ചു. അതുകൊണ്ടാ ഗാന്ധിജിയുടെ വലിയ വാക്യമുണ്ട്, ഞാൻ ഉത്തമനായ ഒരു ഹിന്ദുവായതുകൊണ്ട് ഞാൻ ഉത്തമനായ ഒരു മുസൽമാനുമാണ്. അതുകൊണ്ടാണ് ഈശ്വര അല്ലാഹ് തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവൻ എന്ന് പറഞ്ഞു. വെറുതെ അല്ല വെടിവെച്ച് വന്നത്, വെറുതെ വന്നതല്ല. കാരണം ഇതാണ് മതം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. LITU സംഘടനകളുടെ ജില്ലാതല സംഗമം സ്വാതന്ത്ര്യ പരിപാലന രംഗത്ത് സേവനം നൽകുന്ന വിവിധ സംഘടനകളുടെ ജില്ലാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ P രവീന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ മുഖ്യാതിഥിയായി. തദ്ദേശ സ്വയംഭരണ വകുപ്പും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ചേർന്ന് ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കിടപ്പു രോഗികളുടെ പരിചരണം ഏകോപിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പാലിയേറ്റീവ് ഗ്രിഡ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത പാലിയേറ്റീവ് സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു. സംഘടനകൾക്കുള്ള അനുമോദനവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബോബി എണച്ചേരിയിൽ, NH ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, IMSM ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ DC ദീപ്തി, ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ജ്യോതി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PM ധനീഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ TV സുഭാഷ്, പാലിയേറ്റീവ് കെയർ ജില്ലാ കോർഡിനേറ്റർ AK സനോജ് എന്നിവർ പങ്കെടുത്തു. വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി LDF സർക്കാർ 555 കുടുംബങ്ങളുടെ 1620 വായ്പകൾ സർക്കാർ ഏറ്റെടുക്കും. വയനാട് ദുരന്തബാധിതരുടെ കടബാധ്യത സർക്കാർ ഏറ്റെടുക്കും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത്. 555 കുടുംബങ്ങളുടെ 1620 വായ്പകളാണ് സർക്കാർ ഏറ്റെടുക്കിയെന്ന് മന്ത്രി K രാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ കളക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 18,75,00,000 സംസ്ഥാനം ഏറ്റെടുക്കും. കടബാധ്യത എഴുത്തള്ളാൻ കഴിയില്ലെന്ന് കേന്ദ്രം കോടതിയിൽ നിലപാടെടുത്തിരുന്നു. എന്നാൽ അതിനു മുന്നിൽ കേരളം മുട്ടുമടക്കില്ല. കേരള സർക്കാർ മുട്ടുമടക്കില്ല. 10 ലക്ഷത്തിന് മുകളിലും താഴെയുമുള്ള കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കും. 6 മേഖലകളിൽ ഉൾപ്പെട്ട ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള ബാങ്ക് എഴുത്തള്ളിയ പണത്തിന് പുറമെയാണിതെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് ഈ തുക കണ്ടെത്തുന്നത്. ചീഫ് മിനിസ്റ്റർ മെഗാ ക്യൂസ് ജില്ലാതല മത്സരങ്ങൾ പൂർത്തിയായി. കേരളത്തിന്റെ ആവേശോജ്വലമായ സാമൂഹിക പുരോഗതിയുടെ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയ വിജ്ഞാന യാത്ര ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് സ്കൂൾ വിഭാഗം കണ്ണൂർ ജില്ലാതല മത്സരത്തിൽ കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊക്കിലങ്ങാടിയിലെ E ശ്രീലക്ഷ്മി, KM പാർവണ എന്നിവർ വിജയികളായി. സെക്കൻഡറി സ്കൂളിലെ SB തേജസി വേദിക ടീം 2ാം സ്ഥാനവും കണ്ണൂർ സെന്റ് മൈക്കിൾസ് AIHSലെ അമൻ N ബിനോയ്, അങ്കിത് കൃഷ്ണ ടീം 3ാം സ്ഥാനവും നേടി. 3 ടീമുകളിലും ഫെബ്രുവരി 18 നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിലേക്ക് യോഗ്യത നേടി. കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ കോളേജ് ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്ന മത്സരത്തിൽ 30 ടീമുകളിൽ പ്രാഥമിക മത്സരത്തിൽ പങ്കെടുത്തു. 1ാം ഘട്ടത്തിൽ നടത്തിയ എഴുത്തു പരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടിയ 6 ടീമുകളാണ് ഫൈനലിൽ മത്സരിച്ചത്. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നൽകി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PV വിനീഷ്, ജില്ലാ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ D ഷൈനി, ക്വിസ് മത്സരത്തിന്റെ നോഡൽ ഓഫീസർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C ശ്രീകുമാർ, കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമേനോൻ, SSK ജില്ലാ കോർഡിനേറ്റർ EC വിനോദ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ K സുധീർ എന്നിവർ പങ്കെടുത്തു.
കോളേജ് തല മത്സരത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ ധർമ്മശാലയിലെ ME മിഥുൻ രാജ്, K നിവേദ് എന്നിവർ ഒന്നാം സ്ഥാനം. കണ്ണൂർ സർവകലാശാല ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിലെ ആനന്ദ് നീലകണ്ഠൻ, PK ഋഷികേഷ് എന്നിവർ രണ്ടാം സ്ഥാനവും കണ്ണൂർ ശ്രീനാരായണ കോളേജിലെ UK ഗീതിക, CNC എന്നിവർ മൂന്നാം സ്ഥാനവും നേടി. വിവിധ കോളേജുകളിൽ നിന്നായി 150-ലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ കാർഷിക മേഖലയിലും മത്സ്യോൽപാദനത്തിലും വൻ കുതിപ്പ്. IT മേഖലയിലും കേരള മികവ് തുടരുകയാണ്. സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ഈ കണക്ക്. കൃഷിഭൂമിയുടെ വളർച്ചയിലും നെൽകൃഷി ഉൽപാദനത്തിലും വളർച്ചയുണ്ട്. ഭൂമി ഉപയോഗ ഡാറ്റ അനുസരിച്ച് 2024-25 മൊത്തം ഭൂവിസ്തീർണമായ 38 ലക്ഷം ഹെക്ടറിൽ ആകെ കൃഷി ചെയ്യുന്ന പ്രദേശം 25 ലക്ഷം ഹെക്ടറും 64.71% വനമേഖലയും 10.82 ലക്ഷം ഹെക്ടർ 27.8% ആയിരുന്നു. മൊത്തം കൃഷിഭൂമിയുടെ 34% നാളികേരവും 21% റബ്ബറും 29% തോട്ടവിളകളുമാണ്. 2024-25 നെൽകൃഷി മൊത്തം കൃഷിഭൂമിയുടെ 7% ആയിരുന്നു. നെൽകൃഷി, വിസ്തൃതി, ഉൽപാദനം, ഉൽപാദനക്ഷമത എന്നിവ യഥാക്രമം 1.25 ലക്ഷം ഹെക്ടർ, 5.5 ലക്ഷം ടൺ, 3006 കിലോഗ്രാം എന്നിങ്ങനെയായിരുന്നു. 2023-24 നെല്ലിന്റെ ഉൽപാദനം വർഷങ്ങളായി ആകെ ജലസേചിത പ്രദേശം വർദ്ധിച്ചു വരുന്നു. ജലസേചിത മേഖല 2023-24 4.25 ലക്ഷം ഹെക്ടറിൽ നിന്നും 2024-25 4.25 ലക്ഷം ഹെക്ടറായി ഉയർന്നു. 2024-25 മൊത്തം മത്സ്യ ഉൽപാദനം 9.5 ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു. അതിൽ ഉൾനാടൻ മത്സ്യം 2.25 ലക്ഷം ടണ്ണും ബാക്കി 6.25 ലക്ഷം ടൺ സമുദ്ര മത്സ്യവുമാണ്. അളവിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്ര വിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ സംസ്ഥാനവും മൂല്യത്തിന്റെ കാര്യത്തിൽ രണ്ടാമതുമാണ് കേരളം. കേരളത്തിൽ നിന്നുമുള്ള സമുദ്രോൽപാദനങ്ങളുടെ കയറ്റുമതി വർഷങ്ങളായി വർദ്ധിച്ചു വരുന്നു. 2024-25 6,941 കോടി രൂപ വിലമതിക്കുന്ന 1.25 ലക്ഷം മെട്രിക് ടൺ സമുദ്ര വിഭവങ്ങൾ കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്തു. വനിതാ കമ്മീഷൻ അദാലത്തിൽ കണ്ണൂരിൽ 20 പരാതികൾ പരിഹരിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിൽ 70 കേസുകൾ പരിഗണിച്ചു. ഇതിൽ 20 പരിഹരിച്ചു. 5 കേസുകൾ പോലീസ് റിപ്പോർട്ടിനായും 3 ജാഗ്രതാ സമിതിക്കും കൈമാറി. 2 കേസുകൾ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി കൈമാറി. 40 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. 2 പുതിയ പരാതികൾ ലഭിച്ചു. അഭിഭാഷകരായ പ്രമീള, ചിത്ര ശശിധരൻ, കൗൺസിലർ അർപ്പിത എന്നിവരും സിറ്റിംഗിൽ പരാതികൾ പരിഗണിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.